ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. അടുത്ത് തന്നെ കുറച്ചൊരു 10-30 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴി ഇപ്പോൾ ഏകദേശം ഇരുട്ടാണ് പുറത്തെല്ലാം. അപ്പോൾ പോകുന്ന വഴിയൊന്നും കാണില്ല. അവിടെ എത്തിയിട്ട് സ്ഥലങ്ങളും ബാക്കി കാണും. പിന്നെ എൻ്റെ കൂടെ ബാക്കി 4 ആളെ അവിടെ എത്തിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ. രാവിലെ 5 മണിക്ക് പുറപ്പെട്ടാണ് ഇപ്പോൾ സ്ഥലത്തെത്തി. ഒടുവള്ളി തട്ടുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ സ്ഥലത്ത് ഏകദേശം ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന ആൾക്കാരെ പരിചയപ്പെടുത്താം. നമ്മളെ കൂടെ ഇന്ന് 4 ആളുണ്ട്. 4 ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ടീം. രാവിലെ 5 മണിക്ക് തന്നെ വിളിച്ച് എണീപ്പിച്ച് വന്നതാണ്. ഇത് നമ്മുടെ അഖിലേഷ്, അക്കുമച്ചൻ. ഇവനെ എനിക്ക് അറിയാമായിരിക്കും. നമ്മളെ മുമ്പത്തെ വീഡിയോ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു. അടുത്തത് നമ്മുടെ മെയിൻ ആളുണ്ട്. ഇതേ നമ്മുടെ സനുവാണ്. സനു എന്ന പേര്. പിന്നെ ഇതാ ഒരാളും കൂടി. ഇതാ മെയിൻ മച്ചാൻ. ഇത് ഇനി വരാൻ പോകുന്ന ഒരു പുതിയ വ്ളോഗറും കൂടിയാണ് നമ്മുടെ നീതു മച്ചാൻ. അപ്പോൾ നമ്മൾ ഏകദേശം വ്യൂ പോയിന്റ് ഇതേ അവിടെ ആയിട്ട് വരും. അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ട്രാവലറൊക്കെ പിടിച്ചിട്ട് ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് തന്നെ നമുക്ക് കാണണം. ഓക്കെ ഗൈസ്, ഇതൊരു വളവാണ്. നമുക്കിപ്പോൾ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. വലിയൊരു വളവാണ്. ആ വളവിലാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഇരിക്കുന്നത്. കുറേ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ. റബ്ബർ മരങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അവിടുത്തെ വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ മെയിൻ. ഈ ഒരു ഡിസംബർ മാസം, ജനുവരി ഡിസംബർ ഈ ഒരു മാസത്തിലാണ് ഏകദേശം മഞ്ഞൊക്കെ, ആ ഒരു ഫോഗ് മിസ്റ്റിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ നല്ല മേഘം മൂടി നല്ല ഭംഗിയുണ്ടാവും. കുറേ ഫോട്ടോസിലേക്ക് കണ്ടതാണ്. നമുക്ക് ഇന്നത്തെ എന്താണ് ഇവിടുത്തെ വ്യൂ എന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ആ ദൂരെ അങ്ങ് കാണുന്ന ലെയറില്ലേ, ആ ലെയറാണ് കർണാടക അതിർത്തി. അത് നമ്മളെ സഹ്യാദ്രി മല എന്ന് പറയും. സഹ്യാദ്രിയുടെ അതിർത്തി അത് അങ്ങോട്ട് മൊത്തം കർണാടക ബോർഡറായിട്ട് വരും. ഇതിപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു വ്യൂ ആണ്. താഴെ ഏകദേശം ഇങ്ങനെ മേഘങ്ങൾ മൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ ഇന്നെന്തോ നമ്മുടെ ഭാഗ്യമില്ല, നമുക്ക് ആ ഒരു വ്യൂ നമുക്കിന്ന് കിട്ടിയില്ല. ഇന്ന് കുറച്ച് മിസ്റ്റും കുറവാണ്, അധികം മഞ്ഞൊന്നുമില്ല, തണുപ്പും കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗൈസ്, നമ്മൾ ചെറിയൊരു ക്രിസ്മസിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഇവിടെ നടത്തുന്നുണ്ട്. നമ്മൾ വിഎം ഡിസൈൻ്റെ പേജിലാണ് വരിക ആ ഫോട്ടോ. ഗൈസ്, ഇപ്പോഴാണ് സൂര്യൻ ഒന്ന് പൊന്തി വന്നത്. ഇത്ര സമയം നമ്മൾ വെച്ച് വേറെ ഏതോ സൈഡാണ് സൺറൈസ് എന്ന്. ഇപ്പോൾ ഏകദേശം സൂര്യൻ ഇപ്പോൾ വരുന്നത്ര. ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം 6 മണി 6:30 ഒക്കെ കഴിയും. ഈ ഒരു സമയത്താണ് ഇപ്പോൾ സൺറൈസ് വരുന്നത്.
അധികം ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു തൂക്കുവാലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വിടാനാ പ്ലാൻ. അപ്പോൾ നേരെ നമുക്ക് തൂക്കുവാലം കാണാം ഇനി. ഓക്കെ, കൂവേരി തൂക്കുവാലം എന്ന് പറയും. കുറച്ച് ഇവിടുന്ന് നമ്മൾ വന്ന റൂട്ടിൽ തന്നെയാണ്, തിരിച്ചു പോകുന്ന വഴിക്കാണ്. അപ്പോൾ ജസ്റ്റ് ആ തൂക്കുവാലത്തും കൂടി കയറിയിട്ട് നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. അപ്പോൾ നേരെ തൂക്കുവാലത്തേക്ക് പോകണം. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലെത്തി. കൂവേരി തൂക്കുവാലം. നല്ല അടിപൊളി വലിയ തൂക്കുവാലാണ്. കണ്ടാ, നല്ല ലോങ് തൂക്കുവാലം. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് ആദ്യം പോയ സ്ഥലത്തിനെക്കാട്ടും അടിപൊളി സ്ഥലം ഇതാണ്. കാരണം അത്യാവശ്യം നല്ല വലിയൊരു തൂക്കുവാലമാണ് ഇവിടെ ഉള്ളത്. അടിപൊളി തൂക്കുവാലം. താഴെ നല്ലൊരു പുഴയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇതോ ഇവിടെ എന്തോ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. ചെമ്പല്ലിയാ? അടിപൊളി അല്ലേ? വലിയ മീനാ? വലിയ മീനടാ. ഗൈസ്, വെള്ളത്തൊരു പാമ്പ് പോകുന്നുണ്ടോ? ഇതോ ഇവിടെ ആയിട്ട് വരും. ഇതാ രാജവെമ്പാലല്ല, എന്നെ കൊണ്ട് പറയിക്കണ്ട. ഗൈസ്, നമ്മുടെ പാലത്തിൻ്റെ താഴെയിൽ ഇറങ്ങിയിട്ട് കുളിക്കാനെല്ലാം പറ്റിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് റിസ്ക്കാണ്, വലിയ റിസ്ക്കുമില്ല. ഇവിടെ 2-3 കുട്ടികൾ കുളിക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. 2-3 ദിവസം മുമ്പ് ഈ സ്ഥലത്ത് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്.
നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആദ്യത്തെ സ്ഥലം അത്ര എഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ സ്ഥലം നല്ല അടിപൊളി നല്ല പൊളി വൈബാണ് കിട്ടിയത്. ഇപ്പം എന്താ അഭിപ്രായം ഇന്നത്തെ സ്ഥലത്തിന്? സ്ഥലം പൊളിയാണ്, നിങ്ങൾ എല്ലാവരും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതെ, കൂവേരിയാണ്. കൂവേരി തൂക്കുവാലം എന്ന് പറയും. ഞാൻ ലൊക്കേഷനെല്ലാം കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ആദ്യത്തെ ഒടുവള്ളിത്തട്ടിൻ്റെ ഇടും, ഇപ്പോഴത്തെ ഈ തൂക്കുവാലത്തിൻ്റെ ഇടും. അപ്പോൾ വേറെ എന്തുണ്ട്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാനൊന്നും പറയേണ്ടി വന്നിട്ടില്ല, അവൻ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ.